അവരുടെ ചിന്തകൾ ഒരേപോലെ ഇരിക്കും, അവർ ചെയ്യുന്നതും ഒരേ കാര്യമായിരിക്കും. അങ്ങനെ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. പരിപാടി തീരുന്നതിനിപ്പുറം എററോ? അല്പം മുമ്പ് കിട്ടിയ പ്രധാന വാർത്ത: അശ്ലീല വെബ്സൈറ്റുകളെ ഗവൺമെന്റ് ഇന്ന് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്തു. കൂടാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അശ്ലീല ചിത്രങ്ങൾ കണ്ടാൽ വിചാരണ ചെയ്യപ്പെടാതെ അവരെ ജയിലിലടയ്ക്കാൻ ഉത്തരവിട്ടു. അശ്ലീല ചിത്രങ്ങൾ കാണരുതെന്ന് വിലക്ക് ഏർപ്പെടുത്തിയ ഗവൺമെന്റിനെതിരെ യുവാക്കൾ സമരം ചെയ്യുന്നു. ഈ സമരത്തിന് നേതൃത്വം വഹിക്കുന്നത് ചെറിയ സൂപ്പർസ്റ്റാറായ പണ്ടൊക്കെ വെള്ളക്കാരെ തുരത്താൻ വേണ്ടിയിട്ടായിരുന്നു പോരാട്ടം നടന്നിരുന്നത്. ഇതിനൊക്കെയാണ് പോരാട്ടം ചെയ്യുന്നത്. എന്റെ കുട്ടികൾ ചെയ്യുന്നതും വെള്ളക്കാരെ പുറത്താക്കാനുള്ള പോരാട്ടം. ബീച്ചിൽ സമരം നടത്താതെ എന്തിനാ വീടിന് മുന്നിൽ സമരം നടത്തുന്നേ? ബീച്ചിൽ സമരം നടത്തി പോലീസ് അടിക്കുന്നുള്ള പേടിയാണോ? പേടിയോ? എനിക്കോ? എന്നെ ആരെങ്കിലും അടിച്ചെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ വീട്ടിന് പുറത്ത് പോരാട്ടം നടത്തുന്നത്. ഒരു മിനിറ്റ്. ഞാൻ ആരെങ്കിലും അടിക്കാതിരിക്കാനാ വീട്ടിന് പുറത്ത് പോരാട്ടം നടത്തുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നല്ലതാണോ? നിങ്ങൾക്ക് എന്നെ തോന്നുന്നുണ്ടോ ഇങ്ങനെ ചെയ്തത് നല്ലതാണെന്ന്? ചോദിക്ക്. ഇതിന്റെ പോരാട്ടത്തെ ആദരിക്കുന്നുണ്ടല്ലോ. ഇതിന് നേതാവ് നിങ്ങളാണോ? നേതാവോ? ഇവിടെ നോക്ക്, എന്നെ നേതാവെന്ന് വിളിക്കുന്നില്ലേ, എന്റെ ആരാധകന്മാരാണ് നേതാക്കന്മാർ. കൂട്ടം കൂടിയതിൽ ഇവരാണ് നേതാക്കന്മാർ. നിങ്ങൾ മുന്നോട്ട് പോ, ഞാനുണ്ട്. വേണ്ടി വിപ്ലവം ചെയ്യാൻ മാത്രം അങ്ങനെ എന്താ പ്രത്യേക ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെന്ത് വളരെ സ്ലോ. എടാ സിപ്പ് ഇട്രാ, ആരെങ്കിലും കാണാൻ പോകും. സിബ് റിപ്പയർ ആയി. സിപ്പ് റിപ്പയർ ആണോ? എന്തുവാടേ പറയുന്നത്? എടാ ഞാൻ പറഞ്ഞു റിപ്പയർ ആയി കുടുങ്ങിയെന്ന്. എടാ പുതിയ പാൻ്റൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഇച്ചിരി എണ്ണ ഒഴിക്കണമെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാനാ? ഇതൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറഞ്ഞാൽ വരും. ഒന്ന് അനങ്ങാണ്ടിരിക്കണം. ഒന്ന് അനങ്ങാണ്ടിരിക്കണം. അതിലേക്ക് സാമാനം എന്തെങ്കിലും കുടുങ്ങിപ്പോയി പിന്നെ പറഞ്ഞിട്ട് വരാം. ഒന്ന് അനങ്ങാണ്ടിരിക്കടാ. പോവേ എന്ത് സിപ്പാടത്? ഏത് കടയിലെ പാൻ്റാണ്? എല്ലാം എന്താ ചെയ്യുന്നത്? ഇന്റർനെറ്റിൽ വിടടാ, വീഡിയോ എടുക്ക്. വന്ന് നിങ്ങളൊന്ന് സഹായിക്കാൻ നോക്കടാ. സിബ് റിപ്പയർ ചെയ്യാൻ പോയിട്ട് കോളേജിൽ തന്നെ ഇവരെ കുറിച്ച് എന്ത് വിചാരിച്ചിരിക്കുന്നു ഇപ്പൊ നിങ്ങൾ മനസ്സിലാവും. ഇതൊക്കെ ഒരു സംഭവമാണടാ. എന്റെ നാണക്കെടുത്തിനെ കൊല്ലം പറഞ്ഞ ഇനി കോളേജിൽ പോയി എങ്ങനെയാളിയാ നമ്മള് മുഖം കാണിക്കുന്നത്? ഇനി ആരായാലും നമ്മളെ ഒരു ഗേ എന്നല്ലേ കണക്കാക്കുള്ളൂ. നാണക്കെടുത്തുന്നത് നീ എന്ത് വിചാരിച്ചിട്ട് ഇപ്പൊ പെണ്ണിനെ പോലെ കരഞ്ഞോണ്ടിരിക്കുന്നേ? ഇത് പെണ്ണിനെ പോയത് നിന്നെ ഒരു ഗേ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയണ വിഷമം എന്താ? ഇവിടെ ഒഴിക്കുന്നതിന് പകരം നിനക്ക് എന്റെ വായിൽ വെച്ചുവിടടാ. ആ ഒരു ഭാഗം എല്ലാ പ്രശ്നവും. നീ കരയുന്നില്ലടാ? കഴിക്കു വാസു, എന്റെ വീട്ടിലെ ലഞ്ച് എങ്ങനെയുണ്ടെന്ന് നോക്ക്. അല്ലോ ഒരു ഇച്ചിരി ഡൗട്ട് ഉണ്ട്. ഇത്രയും ദിവസം എന്റെ അടുത്തൊന്നും ആരും ഇരിക്കാറില്ലായിരുന്നല്ലോ. എന്താ കാര്യം? നിങ്ങളുടെ കൂടെ ആണെങ്കിൽ ഞങ്ങൾക്ക് സേഫ്റ്റിയാണ്. സേഫ്റ്റിയോ? അതെന്ത് സേഫ്റ്റിയാ? നിങ്ങൾ ഗേ അല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്നും ചെയ്യില്ലല്ലോ. ഇങ്ങനെ കോളേജിൽ എല്ലാവരും ഇവരെ കളിയാക്കുമ്പോ മാലാക പോലെ ഒരു പെണ്ണ് അയൽവക്കത്ത് താമസിക്കാൻ വന്നു. അവളെ വളച്ച് ഈ നാട്ടിലുള്ളവർക്ക് ഇവർ ഗേ അല്ലെന്ന് പ്രൂവ് ചെയ്യാന്ന് വിചാരിച്ചാ അതിലൊരു പ്രശ്നമായി. ഹലോ അളിയ, നമ്മുടെ വീടിനെതിരെ ഒരു പുതിയ പെണ്ണ് വന്നിട്ടുണ്ട്. അടിപൊളിയാടാ. ഞാനൊന്ന് ലൈൻ ഇട്ട് പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ. അങ്ങനെ നീ മാത്രം എൻജോയ് ചെയ്യണ്ട, ഞാനില്ലാതെ. നോക്ക് നിക്ക്. കണ്ടില്ലല്ലോ. നീ ഒന്നോണ്ട് വിഷമിക്കണ്ട, ഞാനിവിടെ ഇല്ലേ. എടാ വാസു, എന്താ ഡാഡി? മോളിൽ എന്താ ചെയ്തോണ്ടിരിക്കണ? താഴ്ത്തിക്കോടാ. സ്റ്റാർ കൗണ്ട് ചെയ്തതാ ഡാഡി. വരുവ ഡാഡി, വാടാളിയ. പെങ്ങളെ കെട്ടിയ ശ്രീധന തുക തരുവോ അളിയ അളിയ. എടാ വിളിച്ചോണ്ടിരിക്കണായിട്ടില്ലേ? ഇങ്ങോട്ട് വാ.
ഡാഡി എടാ എന്താടാ മോള് ചെയ്തോണ്ടിരിക്കണത്? ജോയ്സ്റ്റിക് ഇട്ട് കളിച്ചോണ്ടിരുന്ന ഡാഡി. ഷൂട്ടിംഗ് ഗെയിം അങ്കിൾ. കളിക്കൂട്ടുകാരായിട്ടാ വളർത്തിയേക്കണത്. എടാ ഈ പെണ്ണേ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത്. അതെ, നൈസ് ടു മീറ്റ് യു. ഏരിയ അറിയില്ലല്ലോ, അതാണ് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോണത്രേ. ഒന്ന് കൂടെ പോയിട്ട് വാ. ഞങ്ങളോ? നിങ്ങളോടാ പറഞ്ഞത്, പോയി കൂട്ടിക്കൊണ്ട് പോ. സൂക്ഷിച്ച് കൂട്ടിക്കൊണ്ടു പോ. സൂക്ഷിക്കണം അങ്കിൾ, പക്ഷെ ഞങ്ങളല്ല സൂക്ഷിച്ച് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞതാ അങ്കിൾ. പോയിട്ട് വരാം ഡാഡി, ബൈ. നമ്മൾ നോക്കിയ കാര്യം പറയാതെ ഇവിടെ നമ്മളെ ഒരു പിടിയില്ല. ഇതാ താക്കോല്. നീ തന്നെ ഓടിക്ക്. നിനക്ക് ഓടിക്കാറില്ലേ? എനിക്ക് ഓടിക്കാൻ അറിയാം. ഇപ്പൊ നീ ഓടിക്ക്. നീ ഫ്രണ്ടിലിരുന്നോ. ഞാനും പറഞ്ഞോ. അയ്യോ, നിങ്ങൾ രണ്ടുപേരും മുകളിലെ റൂമിൽ എന്താ കണ്ടേ? നിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞതാ. കണ്ടില്ല അല്ലേ അളിയ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നും കണ്ടിട്ടില്ല സത്യമായിട്ടും? ഇല്ലെന്നേ, ഒന്നും കണ്ടില്ല. എന്തോ ദൈവമേ. അതല്ല, നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞിരുന്ന അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾ കണ്ടത് കുറച്ചുകൂടെ അടുത്ത് കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ കണ്ടതാ, ഞാൻ നല്ലപോലെ കണ്ടതാണ്. അതെ, കാണാനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഡിസ്റ്റൻസിലല്ലേ കണ്ട, അതുകൊണ്ട് വളരെ കുഞ്ഞായിരുന്നു കാണാനായിട്ട്. പക്ഷെ കൊള്ളായിരുന്നു. സത്യം. നിങ്ങൾ മാത്രം കണ്ടാ മതിയോ? എനിക്കെന്താ കാണാൻ പാടില്ലേ? എന്ത്? രണ്ടുപേരും അവിടെ പോയി ഡ്രസ് അഴിച്ചിട്ട് നിക്ക്. ഡ്രസ് കഴിക്കണോ? ഇവിടെ വെച്ചോ? പ്ലീസ് വേണ്ട. നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഡ്രസ് നമുക്ക് വീട്ടിൽ പോയാലോ? വീട്ടിൽ അതൊന്നും പറ്റില്ല. വേഗം ഡ്രസ് അഴിക്ക്. നമ്മൾ നല്ലോണം പെട്ടു. വെച്ച് അഴിക്കണം. പെട്ടെന്നാവട്ടെ. ഓക്കെ ആണോ? ആഹാ, താഴെ ഉള്ളതും അഴിക്കേ. എന്തുകൊണ്ടത്? ഷെഡ് ഇട്ടിട്ടുണ്ടോ? അബദ്ധവശാലും എന്നാ അഴിച്ചോ? കുന്തം എന്തുവാടാ ഇതൊക്കെ? നമ്മളിവിടെ റോട്ടില് ഷെഡിയോടെ നിർത്തിയല്ലോ. മതിയോ? ജെട്ടിയും അഴിച്ചോളാം. നിന്റെ ഷോർട്സ് പോലും അഴിച്ചിട്ടില്ല. ഞങ്ങൾ ഷെഡ് അയക്കാൻ പറയുന്നു. എന്റെ അച്ഛൻ പോലീസാ. നിങ്ങൾ കണ്ടത് അച്ഛനോട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പിടിച്ച് ജയിലിലിടും. വേഗം അഴിക്കേ. വേണ്ട വേണ്ട വേണ്ട, അഴിച്ചു കാണിച്ചുതരാം. നമ്മുടെ അവസ്ഥ ഇങ്ങനെയായല്ലോ അളിയ. ചാട്ടി എടുത്ത് അടുത്ത് എന്താ? നിങ്ങളുടെ ഡ്രസ്സെല്ലാം എടുത്ത് എറി. എന്താ? എങ്ങോട്ട്? കാറിലേക്ക് എറി. അല്ല, ഇതെങ്ങോട്ട് പോണവള്? ഞങ്ങളുടെ ഡ്രസ്സില്ല. ഇങ്ങോട്ടൊന്ന് നോക്കളിയാ അവരെന്താ ചെയ്യുന്നെന്ന്. ചുമ്മാ വിട്ടാ പറ്റത്തില്ല. എടുത്ത് ഫേസ്ബുക്കിൽ തന്നെ ഉണ്ടോ ഇപ്പൊ തന്നെ? കറക്റ്റാടാ, വാ എടുക്കാം. ഒന്ന് പോടാ. എന്തുവാടാ മിന്നലോ? എടാ എന്ത് മിന്നലോ? ഞാനും കളിക്കൂടാ. ആര്? നീയോ? മിണ്ടാണ്ടിരിടാ. അളിയാ എനക്കൊരു കളിതാടാ. എടാ, ഗെയിം രണ്ടാളെ കളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 4 പേര് കളിക്കണം. ചെന്നാരെങ്കിലും കൂട്ടിക്കൊണ്ടു പോ. ഒന്നിക്കൂടെ വാ, ഒരു കളി കളിച്ചിട്ട് പോവാ. ഞാൻ വരുന്നില്ല. ആ എവിടെ പോവാ? ഞാൻ നമ്മുടെ കിഷോറിന്റെ ബാച്ചിലർ പാർട്ടിക്ക് പോവാ. കിഷോറിന്റെ ബാച്ചിലേഴ്സ് പാർട്ടിയോ? എടാ, ഞങ്ങളെ വിളിച്ചില്ല. നിന്നെ വെച്ച് ആര് വിളിക്കടാ? കുണ്ടന്മാര്. ഇവിടെ നോക്ക്, എന്റെ ഈ സുഹൃത്തുക്കൾക്കും കല്യാണം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ നടത്തും ബാച്ചിലർ പാർട്ടി. പൊളിച്ചെടുക്കൂടാ. എടാ രവി, ക്രിക്കറ്റ് കളിക്കാൻ വരാതെ എങ്ങോട്ടാ പോകുന്നേ? കിഷോറിന്റെ കല്യാണത്തിന് പോവാളിയാ. ആരടാ ആ കീറിയ പാനിടുന്ന കിഷോറോ? എടാ അളി, അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചില്ല? കുണ്ടന്മാരെ കല്യാണത്തിന് വിളിച്ചാൽ പ്രശ്നമാണെന്നും പറഞ്ഞോണ്ട് ഞാനും വിളിച്ചില്ല, അവനും വിളിച്ചില്ല. അപ്പൊ നീ എന്തിനാ കല്യാണത്തിൽ പോകുന്ന? വാ, നമുക്ക് ജോളിയായിട്ട് ക്രിക്കറ്റ് കളിക്കടാ. അല്ലേ, കറക്റ്റ് അല്ലേ? എടാ, അവൻ പറഞ്ഞത് നമ്മളെയാ. നമ്മളെ പിന്നെ തന്നെയാണ് അത് പന്നി. എടാ പട്ടി, ഞാനും എന്റെ ആളിയാണ്ടും വേറെ വേറെ പെണ്ണുങ്ങളെ ഒരേ മണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിച്ച് കാണിക്കോടാ. അന്ന് നിന്നെ ഒന്നും വിളിക്കത്തില്ല. ഇന്റെ മോനെ ഇതെന്റെ വാക്കാടാ. കാണിച്ചു തരാടാ. ഫോറിനിൽ പോയി ഒരേ വീട്ടില് ഹണിമൂൺ ആഘോഷിക്കടാ. കാണിച്ചു തരൂടാ പട്ടി എന്ന് പറഞ്ഞു കാണിച്ചു. അതിനുശേഷം ഇവര് തന്റെ കൈ മാത്രം വിശ്വസിച്ചിരുന്നപ്പോഴാണ് ഒരു വലിയ പ്രശ്നം ഇവർക്ക് ഉണ്ടായത്. ഫോൺ ബാൻ. ജെല്ലിക്കെട്ട്, മീത്തേൻ, സ്റ്റെർലൈറ്റ്, ഇങ്ങനത്തെ പോരാട്ടത്തിന് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ പോരാട്ടത്തിന് എന്താണ് വ്യത്യാസം? അടിപൊളി ചോദ്യം കേട്ടോ. ഈ ജെല്ലിക്കെട്ട് പോരാട്ടം മാത്രമല്ലാണ്ട് മറ്റുള്ള എന്ത് പോരാട്ടമായാലും പണി നിർത്താനായിട്ട് ചെയ്ത പോരാട്ടം. പക്ഷെ ഈ പോരാട്ടം ഞങ്ങളുടെ സന്തോഷമായി കൈപ്പണി നിർത്തിയത് കൊണ്ടുള്ള പോരാട്ടമാണ്. നമ്മുടെ കൈ, നമ്മുടെ സ്വന്തം കൈ. വേണ്ടിയുള്ള ഈ പോരാട്ടത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇത് അടിച്ചമർത്തലിന്റെ പോരാട്ടമല്ല, ഞങ്ങളുടെയൊക്കെ എണീറ്റ് നിൽക്കാനുള്ള പോരാട്ടമാണിത്. യുവജനങ്ങൾ ഇതിനു വേണ്ടി സമരം നടത്തിയ നാട് എങ്ങനെയാ മുന്നേറുന്നേ? ഇപ്പൊ എന്താ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാ. തട്ടിത്തടഞ്ഞ് താഴെ കിടക്കുന്നേ.
ഇതിനൊക്കെ കാരണം എന്താ? ബീവറേജ്. ആദ്യം അത് നിർത്താൻ നോക്ക്. ഇതിനെ പറ്റിയിട്ടില്ല. ആ. വെറും വിറ്റുപടത്തിന് വേണ്ടിട്ടാണോ ഈ പോരാട്ടം? മാഡം, നിങ്ങൾ കാണുന്ന പടം പകുതി നിന്ന് കണ്ട കഥ മനസ്സിലാവോ? പക്ഷെ ഞങ്ങൾ കാണുന്ന പടം എവിടുന്ന് കണ്ടാലും കഥ മനസ്സിലാവും. നിങ്ങളുടെ പടങ്ങളിൽ മുഴുവൻ വയലൻസാ, പക്ഷെ ഞങ്ങളുടെ പടങ്ങളിലോ വയലൻസേ ഇല്ല. ഞങ്ങളുടെ പടങ്ങളിൽ എപ്പോഴും ഹാപ്പി എൻഡിങ്സ്. മലയാളം അറിഞ്ഞവൻ മലയാള പടം മാത്രമേ കാണൂ. ഞങ്ങൾ ഹിന്ദി, തമിഴ്, കൊറിയൻ, ജാപ്പനീസ്, ഇംഗ്ലീഷ് എന്ന് എല്ലാ പടങ്ങളും കാണും. ഇവിടെ കൂട്ടായ്മ വളർത്തുന്നത് ആരാണ്? ഞങ്ങളാണ്. അത് മാത്രമല്ല, ഞങ്ങളുടെ പടങ്ങളിൽ ജാതി മതം എന്ന യാതൊരു വേറുപാടുമില്ല. ഇവിടെ സമത്വം വളർത്തുന്നത് ആരാ? അതും ഞങ്ങൾ തന്നെയാ. അത് മാത്രമല്ല, ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒറ്റൊരു കാര്യം പറയാം. ഈ പോരാട്ടം ഞങ്ങളുടെ കൈക്ക് വേണ്ടിയ പോരാട്ടം മാത്രമല്ല, നിങ്ങളുടെ കൈക്കും വേണ്ടിയുള്ള പോരാട്ടമാണിത്. കൊള്ളാലോ, ഇതിനെയും പോരാട്ടമെന്നാണോ പറയുന്നേ? സൈറ്റ് അടിക്കുന്നവനെ തടയൂ, സൈറ്റ് കണ്ടടിക്കുന്നവനെ ഒരിക്കലും തടയരുത്. അടിപൊളി ഡയലോഗ്. നമ്മുടെ കയ്യ് സഹായിക്കും. അശ്ലീല സിനിമകൾ ഇന്റർനെറ്റിൽ കണ്ട് ഡൗൺലോഡ് ചെയ്താൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും. ഇതിനെതിരെ ആക്ടർ MTRന്റെ വീടിന്റെ മുൻപിൽ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ടുഡേ ഷോ. എല്ലാവരുടെ മനസ്സും എത്ര നോട്ടിയാണെന്ന് നമുക്ക് നോക്കിയാലോ? വരൂ, നമുക്ക് ഷോ തുടങ്ങി കളയാം. ഹായ് ഗൈസ്, ഞാൻ പൂജ, ഇതെന്റെ ക്യാമറമാൻ. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയെങ്കിൽ സോറി കേട്ടോ. ഇതൊരു ഗെയിമാണ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആദ്യം വരുന്നത് അത് സത്യസന്ധമായിട്ട് പറയണം. റെഡിയാണോ? ഷാൽ വി സ്റ്റാർട്ട്? ഒരു വാക്ക് ഇംഗ്ലീഷിൽ എഫിൽ ആരംഭിച്ച് UCKയിൽ അവസാനിക്കും. അതെന്ത് വാക്കാ? എന്താ ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നേ? യു. ഇതിൽ ആലോചിക്കാൻ എന്താ ഫക്കല്ലേ? നോ, യു. ഇംഗ്ലീഷിലാവും പറഞ്ഞു, മലയാളത്തിൽ ഞാൻ പറയാം. ഓ, അല്ല. ഡീ, എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നീ ഇതൊക്കെ ചെയ്യുന്നേ? എന്താടി നീ ചെയ്യുന്ന പ്രോഗ്രാം ഒരു പയ്യൻ ചെയ്യാൻ പോലും ഒന്ന് ആലോചിക്കും. നിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഒന്നും നീ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം ഡബിൾ മീനിങ് കേട്ടിട്ട് വെറുപ്പ് തോന്നുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ നിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ രണ്ട് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്ന ആ രണ്ട് പെണ്ണുങ്ങളെ നോക്ക്. ആ രണ്ട് പെണ്ണുങ്ങളിൽ ആരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് നീ ഒന്ന് ഗസ് ചെയ്ത് പറ. ആ പെങ്കൊച്ച് കഴിക്കുന്ന സ്റ്റൈലിൽ തന്നെ മനസ്സിലാവുന്നില്ലേ? എങ്ങനെയാ ഐസ്ക്രീം നക്കി കാമായിട്ട് കഴിക്കുന്നേന്ന് കണ്ടില്ലേ? ഇവിടെ നോക്ക്, എങ്ങനെയാ കടിച്ച് വികർസായിട്ട് കഴിക്കുന്നേന്ന്. ഇതിൽ തന്നെ മനസ്സിലായില്ലേ ആർക്കാ കല്യാണം കഴിഞ്ഞേന്ന്? ആ ഫസ്റ്റ് ടേബിളിൽ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്ന പെണ്ണിന്റെയാണ് കല്യാണം കഴിഞ്ഞത്. അതെങ്ങനെയാ? അവളുടെ കഴുത്തി കിടക്കുന്ന താലിയും കാലിലിട്ടിരിക്കുന്ന മിഞ്ചിയും കണ്ടാ ഞാൻ പറഞ്ഞ. നമ്മുടെ കാഴ്ചയിലാണ് എല്ലാം ഉള്ളതിടി. എന്താണ് മീനിങ് എന്നും എന്താണ് ഡബിൾ മീനിങ് എന്നും FUCK എന്ന് പറഞ്ഞ ഒരു വാക്ക് തന്നെയല്ലേ? എല്ലാരും പറഞ്ഞത് തെറ്റാണ്. The right answer, fire truck. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? യങ്സ്റ്റേഴ്സ് മാത്രമല്ല ചേട്ടാ, എല്ലാവരുടെ മൈൻഡ്. ചേട്ടാ, എന്താടി? നമ്മുടെ മോന് ചേരുന്ന ഒരു പെണ്ണിനെ കിട്ടി. അതെയോ? വേഗം വാ.